ഹായ് ഹലോ വെൽക്കം ടു ഗ്ലാം ഗോഡസ് സിന്ധുജ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് RDRലാണ് നിൽക്കുന്നത്. ഒരു പാർട്ടി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. RDR അറിയാലോ, ഇടപ്പഴിഞ്ഞിയാണ്. സീറ്റ് എല്ലാം കാണിച്ചു തരാം. സോ വെൽക്കം ടു മൈ ഈവനിങ് റിസപ്ഷൻ പാർട്ടി വ്ളോഗ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു. ഇതാണ് നമ്മുടെ RDRൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി ഞങ്ങൾ മീറ്റ്സ് എൻ്റെ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ കോഫി കുടിക്കാൻ പോയി. കോഫി ലവറാണ് ഞാൻ. അപ്പോൾ ആദ്യം സൈഡിൽ സ്റ്റാർട്ടേഴ്സ് ഇരുന്നാലും ഞാൻ കോഫി സെക്ഷനിൽ പോകും, നിങ്ങൾക്കറിയാം. പക്ഷെ അവിടെ കുറേ കോനാര ടീസ് ഇരുന്നു. കോനാര ടീസ് മീൻസ് നമ്മുടെ ജിഞ്ചർ ടീ, മിൻറ്റ് ടീ, അതിനോടൊന്നും നിങ്ങളുടെ ഗോഡസിന് കമ്പമില്ല. എന്നാലും അവിടെ ചെന്ന് ആദ്യം ചാടിയ സ്ഥിതിക്ക് ഒരു ജിഞ്ചർ ബ്ലാക്ക് ടീ ഞാൻ ഓർഡർ ചെയ്തു. ഓക്കെ, കാണാം. അങ്ങനെ ആ ചേട്ടൻ എനിക്ക് ഒരു ജിഞ്ചർ ടീ തന്നു. അത് ഞാൻ മേടിച്ച് കുടിക്കുന്ന ഞം രംഗമാണ് എടുത്തത്. ആദ്യം ജിഞ്ചർ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. അടുത്തത് ക്രാബ് സ്റ്റാർട്ടർ, പ്രോൺ സ്റ്റാർട്ടർ, പിന്നെ എന്തോന്നാണ് നൂഡിൽസ്, ലോക്കൽ നമ്മുടെ ഈ വട, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. ചിക്കൻ പക്കോട ഉണ്ടായിരുന്നു. പ്രോണിൻ്റെ ഒരു ഡിഷ് കഴിക്കാമെന്ന് വിചാരിച്ചു. സ്നാക്ക് ക്രാബിൻ്റെ ഒരു സ്നാക്ക് എടുക്കാം. അടുത്ത ഞാനൊരു ക്രാബിൻ്റെ സ്നാക്ക് എടുത്തു. നല്ല ഭംഗിയല്ലേ ഇവിടെ സെറ്റിങ് വെച്ചിരിക്കുന്നത്. നല്ല വെറൈറ്റി ഉണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഒരു ചിക്കൻ പക്കോട എടുത്ത് ഞാൻ. നോൺ വെജാണ്, സ്റ്റാർട്ടേഴ്സും ഒപ്പം തരുന്നത്. അങ്ങനെ നമ്മൾ എൻട്രൻസ് ഗേറ്റ് വേ കൂടെ, അതിമനോഹരമായ എൻട്രൻസ് ഗേറ്റ് വേ കൂടെ RDRനകത്ത് പ്രവേശിക്കുകയാണ്. വരൂ. അങ്ങനെ ഞാൻ RDRനകത്ത് കയറി. കിട്ടുന്ന സെറ്റപ്പ് അല്ലേ. നമ്മുടെ ബുഫേ ഡിഷസിൻ്റെ സാലഡ് സെഷൻ മുതലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. പപ്പടം, പാപ്പഡ്, മിനറൽ വാട്ടർ എക്സെട്ര. പാട്ടുണ്ട്, ഓൾറെഡി ഡിജിറ്റൽ സൗണ്ട് കൊണ്ട് ഞാനത് എക്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ കോപ്പിറൈറ്റ് അടിക്കും മക്കളെ. അങ്ങനെ നമ്മുടെ ബുഫേ ഡിഷസ് ഗോൾഡൻ പാത്രങ്ങളിൽ അതിമനോഹരമായി അടുക്കി വെച്ചേക്കുന്നു. രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റേജ് സെറ്റിംഗ് ആണ്. ഓക്കെ, ഇതാ ഗോൾഡൻ പാത്രങ്ങളിൽ നിന്ന് എടുത്ത ഡിഷസാണ്. അപ്പം, കൊഞ്ച് റോസ്റ്റ്, ഫിഷ് മോളി, ഉള്ള നോൺ വെജ് എല്ലാം ഉണ്ട് ഡിയേഴ്സ്. ഇനി നിങ്ങളുടെ ഗോഡസ് ഇതൊക്കെ ഒന്നൊരു പിടി പിടിക്കട്ടെ, ഈ സാധനങ്ങളൊക്കെ. ആ കഴിക്കുന്നതിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിക്കൂ ഡിയേഴ്സ്. ഒപ്പം ആസ് യൂഷ്വൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ഞാൻ ഈ പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്ന ഞം സാധനങ്ങൾ. നല്ല ടേസ്റ്റിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാം അടിപൊളി. എല്ലാ നോൺ വെജുകളും ഈ ബുഫേക്കകത്തുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുമായിരുന്നു. ബാക്കി വിശേഷങ്ങൾ കഴിച്ചിട്ട് കാണിക്കാം. ഓക്കെ. അങ്ങനെ എൻ്റെ പാത്രം തീരാറായി. ഇനി ഫിഷ് ഫ്രൈ ഒരു പീസ്, ചിക്കൻ ഫ്രൈ, ഇത്രേ ബാക്കിയുള്ളൂ. മന്തി റൈസ് ഞാൻ എടുത്തില്ല, എനിക്ക് എന്നോടൊരു കമ്പമില്ല. പലർക്കും അറിയാമല്ലോ ഇതിനകം. അൽഫാം എനിക്കിഷ്ടമാണ്, പക്ഷെ മന്തി റൈസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് എടുത്തേ ഇല്ല. അങ്ങനെ ഞാനിത് എൻജോയ് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അതിനുശേഷം അടുത്തത് രംഗത്തിലേക്ക് നമുക്ക് കടക്കാം, അടുത്ത ഡയലോഗിലേക്ക്. അങ്ങനെ ഞാൻ വാഷ്റൂമിലേക്ക് പോവുകയാണ്. ഞാനൊരു അതിവിശാലമായ ഹോളിനകത്തേക്ക് പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാഷ്റൂമെന്ന്. മേളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിച്ച ഏരിയയിൽ നിന്നും നല്ല വൃത്തിയുണ്ട്. പൈപ്പിൽ കൈയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഐസ്ക്രീം എടുക്കണം. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിരുന്നു സൂപ്പ് എടുക്കേണ്ടിയിരുന്നത്. ഞാൻ പക്ഷേ സൂപ്പുകാരൻ ഇരിക്കുന്ന സ്ഥലം കണ്ടില്ല. സൂപ്പ് ചേട്ടൻ സൂപ്പുമായിട്ടിരിക്കുന്നത് അവിടെ
വെജിറ്റബിൾ മട്ടൺ അങ്ങനെ കൊണ്ടുവരുന്നത്. ഞാൻ മട്ടണിൻ്റെ ആളായതുകൊണ്ട് പിന്നെ മട്ടൺ സൂപ്പിലേക്ക് പോയി. അതൊക്കെ ഇനി കാണാനുണ്ട്. പിന്നെ ഒരു വാഷ്റൂം ഉണ്ട്, അതാണ് ഈ കാണുന്നത്. വാഷ്റൂം മീൻസ് കൈ കഴുകി കഴിഞ്ഞ് ബാത്റൂം. ലേഡീസ് ഇങ്ങി അറ്റത്താണ്, പുറത്തോട്ട് ഇറങ്ങുന്നതിൻ്റെ സൈഡിൽ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂമുകളാണ്. ചില ഈ ഓഡിറ്റോറിയത്തിൻ്റെ ചിലവ് കുറഞ്ഞെടുത്ത് നമ്മൾ പോകുമ്പോൾ റെൻറ്റൊക്കെ അത്ര വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പക്ഷേ പോഷ് ഒരു ബാത്റൂം കൂടെയാണിത്. ഇപ്പം അവിടെ കല്യാണ ചെക്കനും പെണ്ണും ഒക്കെ നിന്ന് നേരത്തെ സ്റ്റേജ് കാലിയായിരുന്നു. ഞാൻ സ്റ്റേജിൻ്റെ സൈഡിലോട്ട് പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മുടെ വീഡിയോസിൽ കോപ്പിറൈറ്റ് അടിക്കും മക്കളെ. ഡോൾബി ഡിജിറ്റൽ സോങ് ഒക്കെ ആയിരുന്നു. ഏത് മൂഡ്, ഓണം മൂഡ്, ആ സാധനങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ ഒരു ഇളനീർ പായസം കുടിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ കുടിക്കുന്നത്. അങ്ങോട്ട് പോയില്ല മീൻസ് അവിടെ പോയി വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല. അതാണ് സംഭവം. പിന്നെ നമുക്ക് ഐസ്ക്രീം വിത്ത് ദ സോ കോൾഡ് കേക്ക് വാല തിങ്. സ്ട്രോബെറി ആയിരുന്നു ഐസ്ക്രീം, യമ്മി. അതെവിടെയെങ്കിലും ഇത് തിന്നണമായിരുന്നു, അതിനുള്ള പീഠം ആണ് ഞാൻ നോക്കിയ കസേര. അങ്ങനെ എനിക്കൊരു കസേര തിക്കും നിരക്കിൻ്റെ ഇടയിൽ കെട്ടി അവിടെ ഇരുന്ന് ഞാൻ ഐസ്ക്രീം എൻജോയ് ചെയ്യുന്ന രംഗങ്ങളാണ്, അതിമനോഹരമായ രംഗങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഗോഡസ് വിത്ത് ഹർ സ്ട്രോബെറി ഐസ്ക്രീം. നിങ്ങൾക്കും കഴിക്കാം. നല്ല ടേസ്റ്റി എമ്മി ആയിരുന്നു ഡിയർ. സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ, അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. ഞാൻ എൻജോയ് ചെയ്തൊരു ബുഫയാണ് കേട്ടോ ഈ RDRൽ എന്നെ വിളിച്ച ഈ ബുഫേ ഡിന്നർ നൈറ്റ്. നേരത്തെ ഈ സാലഡ്സ് ഒക്കെ കെട്ടിപ്പൊതിഞ്ഞ രംഗമാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ അത് ബുഫേ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയപ്പോൾ അതെല്ലാം ഡിസ്പ്ലേഡ് ആയി, അപ്പോൾ അതാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണ് തിന്നേണ്ടത്. ഇതൊന്നും തിന്നാൻ ഗോഡസിൻ്റെ വയറ് ഫുള്ളായിരുന്നു. അടുത്ത് ഞാൻ പറഞ്ഞ സൂപ്പിൻ്റെ സെഷനിലേക്ക് എത്തി. മട്ടൺ സൂപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇനി മട്ടൺ സൂപ്പ് കുടിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കണം, സെറ്റിലായിട്ട് കുടിക്കുക, എന്നാലേ നമ്മുടെ വ്ളോഗിങ് പരിപാടി നടക്കൂ, വീഡിയോ എടുപ്പും കാര്യങ്ങളും. നല്ല ചൂടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പായിരുന്നു. എപ്പോഴും സൂപ്പ് കുടിച്ചിട്ട് വേണം നമ്മൾ വേറെ സാധനങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ പക്ഷേ ഓടിപ്പോയി, ഇത് ഞാൻ കണ്ടില്ല ഈ ചേട്ടനോട് നിന്ന്. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് പോകുവാണ്, അതായത് ഈ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വെൽക്കം ഏരിയയിൽ വന്ന് എൻ്റെ ഫേവററ്റ് മൊജിറ്റോയും മോക്ടെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വാട്ടർ മെലോണൊക്കെ ഇരുന്നു. ഞാൻ മൊജിറ്റോ മോക്ടെയിലും കുടിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അതിമനോഹരമായൊരു റൊമാൻറ്റിക് രംഗം. പുറത്ത് സെറ്റിങ് കണ്ടോ, നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങളുടെ ഗോഡസും കൂടെ നിൽക്കുമ്പോൾ ആ ഭംഗി 10 മടങ്ങായി. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. മോക്ടെയിൽ ഇഷ്ടമില്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോപ്കോണുമായിട്ട് ഞാൻ മടങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് പോപ്കോണും കൊണ്ട് മടങ്ങുവാണ്. വേറെ ചോക്ലേറ്റിൻ്റെ ഏതാണ്ട് സംഭവങ്ങൾ ഇരുന്നു. എൻ്റെ വയറ് ഫുള്ളായതുകൊണ്ട് ഞാൻ എടുത്തില്ല ആ വെൽക്കം ഡെസ്ക് ഏരിയയിൽ. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സങ്കടകരമായ ഒരു ന്യൂസാണ്. എൻ്റെ വ്ളോഗ് അവസാനിക്കുകയാണ്. ഇത്രയും നേരം എന്നോടൊപ്പം വ്ളോഗിൽ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സുന്ദരമായ ഗോഡസിൻ്റെ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഇടയായിട്ട് അടിപൊളി ഫുഡ് ബ്ലോഗിൻ്റെ വീഡിയോസാണ് കൂടുതലും വരുന്നത്. എന്ത് ചെയ്യാം, എൻ്റെ ഡെയിലി റൂട്ടീനിൽ വരുന്നതല്ലേ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഹാപ്പി മൊമെൻറ്റ്സ് അറിയിക്കാനുള്ളതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോസ്, ഞാൻ പോകുന്ന ഏരിയാസ്, ഇതെല്ലാമാണ് ഞാൻ കാണിക്കുന്നത്. വേറെ ആൾക്കാരെ ഞാനിതിൽ കൂടുതൽ കവർ ചെയ്യാറില്ല. അതൊരു പ്രൈവസിക്കെതിരാണല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ നിങ്ങളുടെ ഗോഡസ് ഇൻവിറ്റേഷൻ കിട്ടി അറ്റൻഡ് ചെയ്ത RDRൻ്റെ മനോഹരമായ ഒരു ക്യാമ്പസ് വ്യൂ. അത്യാവശ്യം നല്ല പോഷ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഈ കല്യാണ മണ്ഡപത്തിൽ സ്പെൻഡ് ചെയ്യും. നിങ്ങൾക്കത് ഇതിനകം ഫുഡിൻ്റെ ക്വാളിറ്റിയും ആ സ്റ്റേജ് ഡെക്കോറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്. താങ്ക് യു, ബൈ.